ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GK മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം സർക്കാർ രൂപീകരിക്കുന്നതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭരണശാഖ ഏതാണ്? ഓപ്ഷൻ എ ലെജിസ്ലേച്ചർ, ഓപ്ഷൻ ബി എക്സിക്യൂട്ടീവ്, ഓപ്ഷൻ സി ജുഡീഷ്യറി ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ശരി ഉത്തരം ഓപ്ഷൻ സി ജുഡീഷ്യറി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ വടക്കു കിഴക്കൻ മൺസൂൺ സാധാരണയായി ഏത് മാസമാണ് ആരംഭിക്കുന്നത്? ഓപ്ഷൻ എ ഒക്ടോബർ, ഓപ്ഷൻ ബി നവംബർ, ഓപ്ഷൻ സി ജനുവരി ആൻഡ് ഓപ്ഷൻ ഡി ഏപ്രിൽ. ശരി ഉത്തരം കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ സാധാരണയായി ആരംഭിക്കുന്നത് ഓപ്ഷൻ എ ഒക്ടോബർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരളത്തിലെ പ്രധാന കായികോത്സവം എന്ന നിലയിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഓണം, ഓപ്ഷൻ ബി വിഷു, ഓപ്ഷൻ സി പൊങ്കാല ആൻഡ് ഓപ്ഷൻ ഡി നീരാട്ട് മഹോത്സവം. ശരി ഉത്തരം താഴെ പറയുന്നവയിൽ കേരളത്തിലെ പ്രധാന കായികോത്സവം ഓപ്ഷൻ എ ഓണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ സ്പോർട്സ് ഹബ് എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയം ഏതാണ്? ഓപ്ഷൻ എ അരിപ്പാലം സ്റ്റേഡിയം, ഓപ്ഷൻ ബി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആൻഡ് ഓപ്ഷൻ ഡി കല്ലൂർ സ്റ്റേഡിയം. ശരി ഉത്തരം കേരളത്തിൽ സ്പോർട്സ് ഹബ് എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയം ഓപ്ഷൻ ബി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഓപ്ഷൻ എ കരിമണ്ണ്, ഓപ്ഷൻ ബി ലാറ്ററൈറ്റ് മണ്ണ്, ഓപ്ഷൻ സി ഏക്കൽ മണ്ണ് ആൻഡ് ഓപ്ഷൻ ഡി ചെമ്മണ്ണ്. ശരി ഉത്തരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഓപ്ഷൻ സി ഏക്കൽ മണ്ണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരം ഏത്? ഓപ്ഷൻ എ ആനമുടി, ഓപ്ഷൻ ബി ഇടപ്പാഴി, ഓപ്ഷൻ സി നളമ്പുഴ ആൻഡ് ഓപ്ഷൻ ഡി പാമ്പാടി. ശരി ഉത്തരം കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരം ഓപ്ഷൻ എ ആനമുടി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകൾക്ക് പൊതുവിദ്യാഭ്യാസ വിഭാഗത്തിൽ ഒരു പ്രധാന വിഭാഗം എന്താണ്? ഓപ്ഷൻ എ ഭാഷാ പരീക്ഷ, ഓപ്ഷൻ ബി പൊതുവിജ്ഞാനം, ഓപ്ഷൻ സി ശാസ്ത്രീയ പരീക്ഷ ആൻഡ് ഓപ്ഷൻ ഡി കലാപരീക്ഷ. ശരി ഉത്തരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകൾക്ക് പൊതുവിദ്യാഭ്യാസ വിഭാഗത്തിൽ പ്രധാന വിഭാഗം ഓപ്ഷൻ ബി പൊതുവിജ്ഞാനം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലേക്കുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ ധാരണാപത്രത്തെ പിന്തുടരുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എത്രയാണ്? ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 17, ഓപ്ഷൻ സി 19 ആൻഡ് ഓപ്ഷൻ ഡി 21. ശരി ഉത്തരം ലോകത്തിലേക്കുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ ധാരണാപത്രത്തെ പിന്തുടരുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഓപ്ഷൻ ബി 17. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ 5 വർഷ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഏത് മേഖലയായിരുന്നു? ഓപ്ഷൻ എ ഖനനം, ഓപ്ഷൻ ബി സേവനരംഗം, ഓപ്ഷൻ സി കൃഷി ആൻഡ് റോയർ, ഓപ്ഷൻ ഡി ഉൽപ്പന്ന നിർമ്മാണം. ശരി ഉത്തരം ഇന്ത്യയിലെ ആദ്യ 5 വർഷ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഓപ്ഷൻ സി കൃഷി ആൻഡ് റോയർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ ജില്ലയായി അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തിരുവനന്തപുരം ആൻഡ് ഓപ്ഷൻ ഡി എറണാകുളം.
ശരി ഉത്തരം. കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ ജില്ല? ഓപ്ഷൻ ബി കോഴിക്കോട്. 11ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി എറണാകുളം ആൻഡ് ഓപ്ഷൻ ഡി കൊല്ലം. ശരി ഉത്തരം. കേരളത്തിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി എറണാകുളം. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ GSTയിലെ പരിധിയിൽപ്പെടുന്നില്ലാത്ത വസ്തുക്കളിൽ താഴെ പറയുന്നവയിൽ ഏത് ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ പെട്രോൾ, ഓപ്ഷൻ ബി കാർഷിക ഉപകരണങ്ങൾ, ഓപ്ഷൻ സി ഭവന നിർമ്മാണ സാമഗ്രികൾ, ഓപ്ഷൻ ഡി ടെലിവിഷൻ. ശരി ഉത്തരം. ഇന്ത്യയിൽ GSTയിലെ പരിധിയിൽപ്പെടുന്നില്ലാത്ത വസ്തുക്കൾ. ഓപ്ഷൻ എ പെട്രോൾ. 13ാമത്തെ ക്വസ്റ്റ്യൻ. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ സാധാരണയായി ഏത് മാസത്തിലാണ് അവസാനിക്കുന്നത്? ഓപ്ഷൻ എ മാർച്ച്, ഓപ്ഷൻ ബി മെയ്, ഓപ്ഷൻ സി ഡിസംബർ ആൻഡ് ഓപ്ഷൻ ഡി ഫെബ്രുവരി. ശരി ഉത്തരം. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ സാധാരണയായി മാസത്തിൽ അവസാനിക്കുന്നത് ഓപ്ഷൻ എ മാർച്ച്. 14ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ മൂലം കടന്നു പോകാത്ത ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ കാസർഗോഡ്, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി ഇടുക്കി ആൻഡ് ഓപ്ഷൻ ഡി പാലക്കാട്. ശരി ഉത്തരം. കേരളത്തിലെ മൂലം കടന്നു പോകാത്ത ജില്ല ഓപ്ഷൻ സി ഇടുക്കി. 15ാമത്തെ ക്വസ്റ്റ്യൻ. മഹാനദി, ഗോദാവരി, താപ്തി എന്നീ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ എ മഹാനദി, ഓപ്ഷൻ ബി ഗോദാവരി, ഓപ്ഷൻ സി താപ്തി ആൻഡ് ഓപ്ഷൻ ഡി ഇവയിൽ ഒന്നുമല്ല. ശരി ഉത്തരം. മഹാനദി, ഗോദാവരി, താപ്തി എന്നീ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ബി ഗോദാവരി. 16ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ സ്ത്രീ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി കൊല്ലം ആൻഡ് ഓപ്ഷൻ ഡി മലപ്പുറം. ശരി ഉത്തരം. കേരളത്തിലെ ആദ്യ സ്ത്രീ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കോഴിക്കോട്. 17ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഓപ്ഷൻ എ കണിക്കൊന്ന, ഓപ്ഷൻ ബി താമര, ഓപ്ഷൻ സി ജാസ്മിൻ ആൻഡ് ഓപ്ഷൻ ഡി ബോഗൺവില്ല. ശരി ഉത്തരം. കേരളത്തിലെ ഔദ്യോഗിക പുഷ്പം ഓപ്ഷൻ എ കണിക്കൊന്ന. 18ാമത്തെ ക്വസ്റ്റ്യൻ. മാംസ്യ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവർഗം ഏതാണ്? ഓപ്ഷൻ എ കിഴങ്ങ്, ഓപ്ഷൻ ബി പഴങ്ങൾ, ഓപ്ഷൻ സി പയർ ആൻഡ് ഓപ്ഷൻ ഡി ധാന്യങ്ങൾ. ശരി ഉത്തരം. മാംസ്യ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവർഗം ഓപ്ഷൻ ബി പയറ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിക്കുന്നത് ഏത് കായിക രംഗത്താണ്? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഫുട്ബോൾ, ഓപ്ഷൻ സി ഹോക്കി ആൻഡ് ഓപ്ഷൻ ഡി ടെന്നീസ്. ശരി ഉത്തരം. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിക്കുന്നത് ഓപ്ഷൻ ബി ഫുട്ബോൾ. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യമായി വ്യക്തിഗത സ്വർണം നേടിയ താരം ആരാണ്? ഓപ്ഷൻ എ അഭിനവ് ബിന്ദ്ര, ഓപ്ഷൻ ബി നീരജ് ചോപ്ര, ഓപ്ഷൻ സി രാജ്യവർദ്ധൻ സിംഗ് റാഥോഡ് ആൻഡ് ഓപ്ഷൻ ഡി ലിയാണ്ടർ പെയ്സ്. ശരി ഉത്തരം. ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യമായി വ്യക്തിഗത സ്വർണം നേടിയ താരം ഓപ്ഷൻ എ അഭിനവ് ബിന്ദ്ര. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ PSC എക്സാമൊക്കെ എഴുതുന്ന കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.